തലവേദനയ്ക്ക് കുത്തിവയ്പ്പെടുത്ത 7 വയസ്സുകാരന്റെ കാല് തളർന്ന സംഭവത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന ഗൗരവതരമായ ആരോപണം ഉന്നയിക്കുകയാണ് കുടുംബം. കുത്തിവയ്പ്പെടുത്ത നഴ്സിനെ നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റിയത് വീടിനടുത്തെ ആശുപത്രിയിലേക്കാണ്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന സംഭവത്തിൽ കുട്ടിക്ക് ചികിത്സ പോലും നൽകാൻ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല. മോൻ കരഞ്ഞ് അതിനപ്പം തന്നെ ഇയാൾ സിറിഞ്ച് അവിടെ എറിഞ്ഞിട്ട് ഒരു പോക്കണ്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ നിൽക്ക്, ഞാൻ പിടിച്ചുതരാൻ. ആ ഒരു വിഷമം മാനസികമായിട്ട് ഇപ്പോൾ 1.5 മാസമായിട്ടും ഞാൻ ഉറങ്ങണില്ല ശരിക്ക്. കാരണം അതിങ്ങനെ ആലോചിച്ച് വരികയാണ്, ഞാനല്ലേ എൻ്റെ കുട്ടീനെ ഇങ്ങനെ ആക്കിയെന്നുള്ളത്. അപ്പോൾ അയാൾ കുട്ടീനെ അയാളെ മുന്നിൽ കൂടെ ഈ ഡോക്ടറെ മുന്നിൽ കൂടെ ഈ കുട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. കാലിങ്ങനെ പൊക്കിച്ച് നടക്കുമ്പോഴും ഒരു നായയുടെ വില പോലും ഞങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നിട്ടില്ല അവർ. ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എവിടെയൊക്കെ മുനിസിപ്പാലിറ്റിയിലും അവിടെ എല്ലായിടത്തും പോയി ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്തുതരാൻ ഒരാളും നമുക്കൊരു ചെയ്തുതരാ ഓക്കെ എന്നൊക്കെ പറയും. പിന്നീട് എല്ലാവരും സ്വഭാവം മാറണം. എന്താണെന്ന് നമുക്കൊരു പിടുത്തല്ല. ഇപ്പോൾ നഴ്സിംഗ് സംഘടന ആളായാലും ഒരാളെ കൊന്നാലും ഇവർക്ക് ഒരു പ്രശ്നമില്ല എന്നാണ് സത്യം പറഞ്ഞപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ല എന്നാണെന്നുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ മോൻക്ക് ചെറിയൊരു മോനാണ്. എന്തായിട്ടും ഒരു കാര്യം അറ്റ്ലീസ്റ്റ് എന്താണ് വിവരം എന്ന് പോലും ഒരാൾ അന്വേഷിക്കാൻ വരുന്നില്ല. ഞങ്ങൾ എല്ലാ ഗവൺമെൻറ് സ്ഥാപനത്തിലും പോയി DMോട് കരഞ്ഞു പറഞ്ഞതാണ് ഈ കുട്ടിയുടെ കാര്യം. എന്നിട്ടാണ് അവരിപ്പോൾ ഈ ട്രാൻസ്ഫർ അവർക്ക് കൊടുത്തത്. ഞങ്ങൾക്ക് ഇനി നീതി കിട്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സംശയം. സ്റ്റിറോയിഡ് ചെയ്യുന്നുണ്ട് മോൻക്ക്. അത് കാരണം ഇപ്പോൾ മുഖം നല്ലോണം വന്ന് വീർത്തിക്കണു കുട്ടിയുടെ. അപ്പോൾ അത് സ്പോർട്സ് ടീച്ചേഴ്സിന് തന്നെ ഭയങ്കര വിഷമമായി. കാരണം ഇവിടുന്ന് കുട്ടികളെ സെലക്ട് ചെയ്തിട്ടാണ് ഉപജില്ലയിൽ ഓടാൻ പോവുക. അപ്പം അതുപോലും ഇല്ല. പുതിയൊരു സൈക്കിളിൻ്റെ മോൻക്ക് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അതിൻ്റെ മോനെ എപ്പോഴും വന്ന് ഓടിക്കണം എന്ന് അറിയും. പക്ഷെ ഓടിക്കാൻ പറ്റില്ല കുട്ടിക്ക്. ഞങ്ങൾ മാറ്റി വെച്ചാൽ അവിടേക്ക്. എന്താ പറയുക, ഞങ്ങൾ മാനസികമായിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രയാസത്തിലാണ്. MS ലിഷോയ് വിവരങ്ങളുമായുണ്ട്. ലിഷോയ്, അത്യന്തം ഗുരുതരമായ ആരോപണമാണ്, പരാതിയാണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണ് ആ അമ്മ ഉന്നയിക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ അവർ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം എന്താണ്? ഈ ഉത്തരവാദിയായ ആളെ സുഖകരമായ സ്ഥലത്തേക്ക് വീടിനടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തടക്കം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ഡിസംബർ 1-നാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അന്ന് തന്നെ ഇതൊരു വലിയ വാർത്തയൊക്കെ ആയിരുന്നു. അന്ന് ഈ സംഭവം തലവേദനയ്ക്ക് കേൾക്കാം, തുടർന്നോളൂ. തലവേദനയ്ക്ക് കുത്തിവയ്പ്പെടുത്ത 7 വയസ്സുകാരന്റെ കാല് തളർന്ന സംഭവത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന ഗൗരവതരമായ ആരോപണമാണ് ആ കുടുംബം അമ്മ ഉന്നയിക്കുന്ന. കുത്തിവയ്പ്പെടുത്ത നഴ്സിനെ നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റിയത് തന്നെ വീടിനടുത്തെ ആശുപത്രിയിലേക്കാണ്. അങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന സംഭവത്തിൽ കുട്ടിക്ക് ചികിത്സ പോലും നൽകാൻ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല. ലിഷോയ്, കേൾക്കാമെങ്കിൽ തുടരാം. അതായത് ഡിസംബർ 1-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ ആരോഗ്യവകുപ്പ് ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ആ കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ പോലും ഈ ഉത്തരവാദിയായ ഈ മെയിൽ നഴ്സിനെ വെള്ളിക്കുളങ്ങരയിലാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ചാവക്കാട് നിന്നും ഇരിങ്ങാലക്കുടയിലേക്കാണ്. അതായത് ഈ വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ചാവക്കാടേക്കുള്ളതിന്റെ വെറും പകുതി ദൂരം മാത്രമേ അങ്ങോട്ടേക്കുള്ളൂ. കൂടാതെ ഈ ഡോക്ടറെ നിയമിച്ചിരുന്നത് നഗരസഭയായിരുന്നു. ഈ ഡോക്ടറെ ഈ സ്ഥലത്ത് നിന്ന് പോകാനായി അനുവദിച്ചു. ഇപ്പോൾ നിലവിൽ ആ ഡോക്ടർ വിദേശത്താണെന്നാണ് ഈ കുട്ടിയുടെ വീട്ടുകാരെല്ലാവരും തന്നെ പറയുന്നത്. അവർക്ക് ലഭ്യമായ വിവരം അത് തന്നെയാണ്. അതായത് ഈ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയുമായി വന്നതാണ്. തലവേദനയ്ക്ക് കുത്തിവയ്പ്പെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കുഞ്ഞു കുട്ടി അവിടേക്ക് എത്തിയത്. ആ സമയത്ത് ഈ മെയിൽ നഴ്സിന് ഈ കുട്ടിയുടെ പെരുമാറ്റത്തിൽ, അതായത് കുട്ടികളാണ്, ഒരു സിറിഞ്ച് കൊണ്ട് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ വെക്കുമ്പോൾ അവർ ഒരുപക്ഷെ കരയുകയും അവർ ഒരു വിമുഖതയെല്ലാം പ്രകടിപ്പിക്കും. അങ്ങനെ കാണിച്ച വിമുഖത ഈ നഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഇഷ്ടപ്പെട്ടില്ല. അയാൾ വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ പെരുമാറുകയും കൂടാതെ രൂക്ഷമായ കുത്തുകയും ഞരമ്പിൽ ആ കുത്ത് ഏൽക്കുകയും ചെയ്തു. ആ മരുന്ന് ഞരമ്പിൽ പെടുകയും പിന്നീട് ആ കാല് തളരാനായി ഇടയാക്കിയ കാരണം തന്നെ ഈ കുത്തിവയ്പ്പിലെടുത്ത അപാകതയാണെന്നാണ് ഈ കുട്ടിയെ ചികിത്സിച്ച മറ്റ് വിദഗ്ധ ഡോക്ടർമാർ ഈ മാതാപിതാക്കളോട് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ നടപടി വേണം. വിദഗ്ധ ചികിത്സ നിൽക്കുന്നുണ്ടോ? ഈ കുട്ടിക്ക് പഴയ പോലെ നടക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് എത്തുമോ? അക്കാര്യങ്ങളിലെങ്കിലും ഉത്തരവാദിത്തം കാട്ടുന്നുണ്ടോ? അതുപോലെ തന്നെ DMOയും എല്ലാം തന്നെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ പറഞ്ഞത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ നൽകും. ആ ഫിസിയോതെറാപ്പിസ്റ്റ് ഈ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം
എല്ലാം തന്നെ ചെയ്യും, അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ്. പക്ഷേ ഇതുവരേക്കും ഈ സംഭവം നടന്നിപ്പോൾ 1 മാസത്തിലേറെയായി. ഡിസംബർ 1-ാം തീയതി നടന്നു. ഇതിപ്പോൾ 1 മാസവും 22 ദിവസവും പിന്നിട്ട് കഴിഞ്ഞു. ആ ഒരു സമയത്ത് പോലും യാതൊരു വിധത്തിലും കരുണ ഈ കുടുംബത്തിന് ലഭ്യമായില്ല. യാതൊരു വിധത്തിലും അർഹമായ ഒരു അന്വേഷണമോ ഇവർക്കെതിരെയുള്ള നടപടിയോ ഒന്നും തന്നെ ഉണ്ടായില്ല. പോലീസ് അന്വേഷണം ഈ മെയിൽ നേഴ്സിനെ 2-ാം പ്രതിയാക്കിയും ഈ ഡോക്ടറെ 1-ാം പ്രതിയാക്കിയും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ആ അന്വേഷണം വെറും പ്രഹസനം മാത്രമായി തുടരുകയാണ്. തലവേദനയ്ക്ക് കുത്തിവെപ്പെടുത്ത 7 വയസ്സുകാരന്റെ കാല് തളർന്ന ഗൗരവതരമായ സംഭവത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അട്ടിമറി നടക്കുന്നത്. കുടുംബം കണ്ണീരോട് കൂടി പറയുകയാണ്, ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല, എല്ലാവരും സഹായിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. കുട്ടിക്ക് വിദഗ്ധ ചികിത്സ പോലും ലഭിക്കാത്ത സാഹചര്യമാണ്. ആ അമ്മയാണ് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാതൃഭൂമി ന്യൂസിനോട് വിശദീകരിച്ചത്. മോൻ കരഞ്ഞ് അതിനപ്പം തന്നെ ഇയാൾ സിറിഞ്ച് അവിടെ എറിഞ്ഞിട്ട് ഒരു പോക്കണ്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ നിൽക്ക്, ഞാൻ പിടിച്ചു തരാൻ. ആ ഒരു വിഷമം മാനസികമായിട്ട് ഇപ്പോൾ 1.5 മാസമായിട്ടും ഞാൻ ഉറങ്ങണില്ല ശരിക്ക്. കാരണം അതിങ്ങനെ ആലോചിച്ച് വരികയാണ്, ഞാനല്ലേ എൻ്റെ കുട്ടീനെ ഇങ്ങനെ ആക്കിയെന്നുള്ളത്. അപ്പോൾ എന്നിട്ട് കുട്ടീനെ അയാളെ മുന്നിൽ കൂടെയാണ് ഈ ഡോക്ടറെ മുന്നിൽ കൂടെ ഈ കുട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. കാലിങ്ങനെ പൊക്കി വെച്ച് നടക്കുമ്പോഴും ഒരു നായയുടെ വില പോലും ഞങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നിട്ടില്ല അവർ. ഇത് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എവിടെയൊക്കെ മുനിസിപ്പാലിറ്റിയിലും അവിടെ എല്ലായിടത്തും പോയി ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്തുതരാൻ ഒരാളും നമുക്കൊരു ചെയ്തുതരാം ഓക്കെ എന്നൊക്കെ പറയും. പിന്നീട് എല്ലാവരും സ്വഭാവം മാറണം, എന്താണെന്ന് നമുക്കൊരു പിടുത്തല്ല. ഇപ്പോൾ നഴ്സിംഗ് സംഘടന ആളായാലും ഒരാളെ കൊന്നാലും ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നാണ് സത്യം പറഞ്ഞപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ല എന്നാണെന്നുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ മോൻക്ക് ചെറിയൊരു മോനാണ്. എന്തായിട്ടും ഒരു കാര്യം അറ്റ്ലീസ്റ്റ് എന്താണ് വിവരം എന്ന് പോലും ഒരാൾ അന്വേഷിക്കാൻ വരുന്നില്ല. ഞങ്ങൾ എല്ലാ ഗവൺമെൻറ് സ്ഥാപനത്തിലും പോയി DMോട് കരഞ്ഞു പറഞ്ഞതാണ് ഈ കുട്ടിയുടെ കാര്യം. എന്നിട്ടാണ് അവരിപ്പോൾ ഈ ട്രാൻസ്ഫർ അവർക്ക് കൊടുത്തത്. ഞങ്ങൾക്ക് ഇനി നീതി കിട്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സംശയം. സ്റ്റിറോയിഡ് ചെയ്യുന്നുണ്ട് മോൻക്ക്, അത് കാരണം ഇപ്പോൾ മുഖം നല്ലോണം വന്ന് വീർത്തിക്കണു കുട്ടിയുടെ. അപ്പോൾ അത് സ്പോർട്സ് ടീച്ചേഴ്സിന് തന്നെ ഭയങ്കര വിഷമമായി. കാരണം ഇവിടുന്ന് കുട്ടികളെ സെലക്ട് ചെയ്തിട്ടാണ് ഉപജില്ലയിൽ ഓടാൻ പോവുക. അപ്പം അതുപോലും ഇല്ല. പുതിയൊരു സൈക്കിളിൻ്റെ മോൻക്ക് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അതിൻ്റെ മോനെ എപ്പോഴും വന്ന് ഓടിക്കണം എന്ന് അറിയും, പക്ഷെ ഓടിക്കാൻ പറ്റില്ല കുട്ടിക്ക്. ഞങ്ങൾ മാറ്റി വെച്ചാൽ അവിടേക്ക്. എന്താ പറയുക, ഞങ്ങൾ മാനസികമായിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രയാസത്തിലാണ്. MS ലിഷോ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ലിഷോ, ഈ നഴ്സിംഗ് സംഘടനയുടെ നേതാവാണോ ഈ സ്ഥലം മാറ്റപ്പെട്ട നഴ്സ്? വീട്ടിന് അടുത്തേക്ക് സൗകര്യപ്രദമായി സ്ഥലം മാറ്റപ്പെട്ട നഴ്സ് ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഇടപെടലുകൾ ഇയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിലെ നടപടിയും ഈ കുടുംബത്തിന് അവഗണനയും നേരിടേണ്ടി വരുന്നത്? അങ്ങനെയാണ് ഈ കുടുംബം പറയുന്നത്. അതായത് ഈ നഴ്സിംഗ് സംഘടനയുടെ ഭാരവാഹിയാണ് ഈ ഇഞ്ചക്ഷൻ ചെയ്ത ഈ ഒരു മെയിൽ നേഴ്സ് എന്നാണ് പറയുന്നത്. ഇയാൾക്കെതിരെ നേരത്തെയും ആരോപണം ഉയർന്നിട്ടുണ്ടെന്നാണ് DMO ഉൾപ്പെടെയുള്ളവർ ഈ കുടുംബത്തോട് നേരത്തെ പറഞ്ഞതെന്നാണ്, സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ കുടുംബത്തോട് നേരത്തെ പറഞ്ഞതെന്നാണ് അവർ വ്യക്തമാക്കിയത്. പക്ഷേ ഇതുവരേക്കും അതിലൊരു നടപടി ഉണ്ടായില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഞങ്ങൾ നൽകി എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഈ കുടുംബത്തെ അറിയിച്ചത്. ഈ പണിഷ്മെന്റ് ട്രാൻസ്ഫർ എങ്ങോട്ടേക്കാണ് നൽകിയതെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഈ മെയിൽ നേഴ്സിന്റെ വീടെന്ന് പറയുന്നത് വെള്ളിക്കുളങ്ങരയാണ്. വെള്ളിക്കുളങ്ങര എന്ന് പറയുന്നത് തൃശ്ശൂർ കൊടകരയിൽ നിന്ന് ഉള്ളിലേക്ക് പോയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്നും ചാവക്കാടേക്ക് എത്തണമെങ്കിൽ ഏകദേശം 2 മണിക്കൂറോളം ദൂരമെടുക്കും. പക്ഷേ അതിന്റെ പകുതി സമയം കൊണ്ട് ഏകദേശം വെള്ളിക്കുളങ്ങരയിൽ നിന്ന് 1 മണിക്കൂറിൽ താഴെ ഒരു 3/4 മണിക്കൂർ കൊണ്ടെല്ലാം തന്നെ എത്താൻ കഴിയുന്ന ഇരിങ്ങാലക്കുട ആശുപത്രിയിലേക്ക്, സർക്കാർ ആശുപത്രിയിലേക്കാണ് നിലവിൽ ഈ മെയിൽ നേഴ്സിനെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇതിൽ ഉള്ള ഒരു കള്ളക്കളി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഈ കുടുംബം പറയുന്നത് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ കുട്ടിക്ക് കൃത്യമായി ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാർ തന്നെ എടുക്കുമെന്നുള്ള ഉറപ്പുകളെല്ലാം തന്നെ DMOയുടെയും ജില്ലാ കളക്ടറുടെയും എല്ലാം ഭാഗത്ത് നിന്ന് നേരത്തെ ഇവർക്ക് ലഭ്യമായിരുന്നു. പക്ഷേ അതൊന്നും സാധാരണ മേൽ തട്ടിലെ ഉദ്യോഗസ്ഥർ അറിയാത്തൊരു സംഭവമാണെങ്കിൽ താഴെ തട്ടിൽ വീഴ്ച പറ്റിയതാണ് എന്ന ന്യായവാദമൊക്കെ പറയാം. ഇതിപ്പോൾ കളക്ടർക്കറിയാം, ജില്ലാ മെഡിക്കൽ ഓഫീസർക്കറിയാം ഇങ്ങനെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചതെന്ന്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഫലപ്രദമായ ഇടപെടലും നടപടിയും ഉണ്ടാകാതെ പോകുന്നത്? ഈ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് എന്തെങ്കിലും ഔദ്യോഗികമായ വിശദീകരണമുണ്ടോ? ഇനി എന്ത് ചെയ്യാനാകും? എത്ര സമയമെടുക്കും പഴയപടിയാകാൻ? എന്തൊക്കെ ചികിത്സ നൽകാൻ കഴിയും? ഏത് ആശുപത്രിയിൽ അങ്ങനെ ഒരു ചികിത്സയുണ്ട്? അത് സൗജന്യമായി നൽകുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ടല്ലോ. ആ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നുണ്ടോ?
അതായത് നിലവിൽ ഡോക്ടർമാർ പറയുന്നത് ഫിസിയോതെറാപ്പിയാണ് ഇതിനൊരു പ്രതിവിധി എന്നുള്ളതാണ്. ആ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ സ്ഥിരമായി ഇവർക്ക് ലഭ്യമാക്കി കൊടുക്കാമെന്നാണ് നേരത്തെ DMOയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഇവർക്ക് ലഭ്യമായിരുന്ന ആശുപത്രിയുടെ ഭാഗത്തുനിന്ന്, ഈ ചാവക്കാട് താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഇവർക്ക് നൽകിയിരുന്ന ഉറപ്പ്. പക്ഷേ ഈ സംഭവം നടന്നതിന് ശേഷം ഇതുവരേക്കും അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ കുട്ടിക്ക് തലവേദനയ്ക്കാണ് ഈ കുത്തിവെപ്പ് എടുത്തത്. 2ാം ക്ലാസ്സുകാരനാണ്. ഈ 2ാം ക്ലാസ്സുകാരന് ലഭ്യമാക്കേണ്ട യാതൊരു വിധത്തിലുള്ള ഒരു ചികിത്സ പോലും ലഭ്യമാക്കിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ചിരിച്ചു കളിച്ച് നടന്ന് പോയ ഒരാളായിരിക്കും ഒരു 2ാം ക്ലാസ്സുകാരനാണ്. ആ 2ാം ക്ലാസ്സുകാരന് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കാലിന്റെ വിരൽ അനക്കാൻ കഴിയുന്നില്ല. ആ വിരൽ അനക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, കാലിന്റെ ചലനശേഷി ഒരുപക്ഷെ പൂർണ്ണമായി